business combinations, capital profits and revenue profits. The issue of capital profits and revenue profits arise when consolidation of balance sheets takes place on a date subsequent to the date of acquisition. In all the cases discussed so far, the consolidation dates were the same as acquisition dates, and the entire accumulated profits of subsidiary was treated as capital profits. So they were included in the calculation of net worth as on the date of acquisition and the ascertainment of goodwill or capital reserve. But when consolidation is done on a date after acquisition, the reserves and profits in the books of subsidiary should be divided into capital profits and revenue profits. The profits in the books up to the date of acquisition are capital profits and are included in the calculation of net worth as on the date of acquisition. The profits earned by subsidiary after the acquisition date are revenue profits. Revenue profits are separately calculated and shared between holding company and minority shareholders in the shareholding ratio. Holding company's share of revenue profit is added to its revenue profits. That means to its surplus account or other revenue reserves in the balance sheet, and minority's share is added to the minority interest in the consolidated balance sheet. അപ്പോൾ ഒരു സബ്സിഡിയറി കമ്പനിയെ ഹോൾഡിംഗ് കമ്പനി അക്വയർ ചെയ്യുന്ന ഡേറ്റ് കഴിഞ്ഞ് മറ്റൊരു ദിവസം അതിന് ശേഷമുള്ള വേറെ ഒരു ദിവസത്തിലാണ് നമ്മൾ കൺസോളിഡേഷൻ ഓഫ് ബാലൻസ് ഷീറ്റ് നടത്തുന്നതെങ്കിൽ ആ ദിവസം കൺസോളിഡേഷൻ നടത്തുന്ന ദിവസം സബ്സിഡിയറി കമ്പനിയുടെ ബാലൻസ് ഷീറ്റിലുള്ള റിസർവ്സിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യേണ്ടി വരും. ഒരു ഭാഗം ക്യാപിറ്റൽ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്നാണോ അക്വിസിഷൻ നടന്നത് ആ ഡേറ്റ് വരെ ആ കമ്പനി ഏൺ ചെയ്തിരുന്ന അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്സിനെ നമുക്ക് ക്യാപിറ്റൽ പ്രോഫിറ്റ്സ് ആയിട്ട് എടുക്കണം. അക്വിസിഷൻ ഡേറ്റിന് ശേഷം അത് ഏൺ ചെയ്തിട്ടുള്ള പ്രോഫിറ്റ്സിനെ നമുക്ക് റവന്യൂ പ്രോഫിറ്റ്സ് ആയിട്ടാണ് കൺസിഡർ ചെയ്യേണ്ടത്. ക്യാപിറ്റൽ പ്രോഫിറ്റ് ആയിട്ട് എടുക്കുന്ന പ്രോഫിറ്റ്, അതായത് അക്വിസിഷൻ ഡേറ്റ് വരെ സബ്സിഡിയറി കമ്പനിയുടെ ബാലൻസ് ഷീറ്റിലുണ്ടായിരുന്ന അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്സ് ക്യാപിറ്റൽ പ്രോഫിറ്റ്സ് ആണ്. ഈ ക്യാപിറ്റൽ പ്രോഫിറ്റ്സ് നമുക്ക് അക്വിസിഷൻ ഡേറ്റിലുള്ള നെറ്റ് വർത്ത് അസർട്ടൈൻ ചെയ്യാൻ വേണ്ടി ഇൻക്ലൂഡ് ചെയ്യാം. അതുവഴി അത് ഗുഡ്വില്ലിൻ്റെയോ അല്ലെങ്കിൽ ക്യാപിറ്റൽ റിസർവിൻ്റെയോ കാൽക്കുലേഷനിൽ ഉൾപ്പെടുത്താം. അതും കൂടെ കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ ഗുഡ്വില്ലോ ക്യാപിറ്റൽ റിസർവോ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അക്വിസിഷൻ ഡേറ്റിന് ശേഷം അത് ഏൺ ചെയ്യുന്ന പ്രോഫിറ്റ്, സബ്സിഡിയറി കമ്പനി ഏൺ ചെയ്യുന്ന പ്രോഫിറ്റ് റവന്യൂ പ്രോഫിറ്റാണ്. അതിനെ നമുക്ക് ക്യാപിറ്റൽ റിസർവിൻ്റെയോ അല്ലെങ്കിൽ ഗുഡ്വില്ലിൻ്റെയോ കാൽക്കുലേഷനിൽ ഉൾപ്പെടുത്താൻ കഴിയില്ല, കാരണം ഇത് റവന്യൂ പ്രോഫിറ്റാണ്. സാധാരണഗതിയിൽ ബിസിനസ് ചെയ്യുന്നേരം ഉണ്ടാകുന്ന പ്രോഫിറ്റായിട്ടാണ് നമ്മളതിനെ കണക്കാക്കുന്നത്. അപ്പോൾ ഈ റവന്യൂ പ്രോഫിറ്റ് പോർഷൻ നമ്മൾ സെപ്പറേറ്റായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയും അതിന് ഹോൾഡിംഗ് കമ്പനിയുടെ ഷെയറായിട്ടും മൈനോറിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഷെയറായിട്ടും ഡിവൈഡ് ചെയ്യുകയും ചെയ്യും. അത് ചെയ്യുന്നത് അവരുടെ ഷെയർ ഹോൾഡിംഗ് റേഷ്യോയിലാണ്. അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്ന റവന്യൂ പ്രോഫിറ്റിൻ്റെ ഹോൾഡിംഗ് കമ്പനിയുടെ ഷെയർ അവരുടെ ബാലൻസ് ഷീറ്റിൽ തന്നിട്ടുള്ള റിസർവ്സ് ആൻഡ് സർപ്ലസിൽ ഉൾപ്പെട്ടിട്ടുള്ള റവന്യൂ പ്രോഫിറ്റ്സിനോട് ആഡ് ചെയ്യണം. അതായത് ഒന്നുകിൽ സർപ്ലസ് അക്കൗണ്ട് ബാലൻസിലേക്ക് ആഡ് ചെയ്യണം, അല്ലെങ്കിൽ അതുപോലെയുള്ള റവന്യൂ റിസർവ്സിലേക്ക് ആഡ് ചെയ്യണം. അതേസമയത്ത് തന്നെ മൈനോറിറ്റിയുടെ റവന്യൂ പ്രോഫിറ്റ്സ് അവരുടെ മൈനോറിറ്റി ഇൻട്രസ്റ്റിലേക്ക് ആഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതാണ് ക്യാപിറ്റൽ പ്രോഫിറ്റ്സിൻ്റെയും റവന്യൂ പ്രോഫിറ്റ്സിൻ്റെയും അഡ്ജസ്റ്റ്മെൻറ്റ്. അപ്പോൾ ഒന്നുകൂടെ പറയാം. കൺസോളിഡേഷൻ ഓഫ് ബാലൻസ് ഷീറ്റ് നമ്മൾ നടത്തുന്നത് അക്വിസിഷൻ ഡേറ്റ് കഴിഞ്ഞുള്ള മറ്റൊരു ദിവസത്തിലാണെങ്കിൽ നമുക്കവിടെ രണ്ട് തരം റിസർവ്സ് അല്ലെങ്കിൽ പ്രോഫിറ്റ്സ് ഉണ്ടാവും സബ്സിഡിയറി കമ്പനിയുടെ ബാലൻസ് ഷീറ്റിൽ. നമ്മൾ അവിടെ തന്നിട്ടുള്ള പ്രോഫിറ്റ്സിനെ അല്ലെങ്കിൽ റിസർവ്സിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യേണ്ടി വരും. അക്വിസിഷൻ ഡേറ്റ് വരെ ഉണ്ടായിരുന്ന പ്രോഫിറ്റ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് അസർട്ടൈൻ ചെയ്യണം. അത് ക്യാപിറ്റൽ പ്രോഫിറ്റ് ആയിട്ട് കണക്കാക്കണം. അക്വിസിഷൻ ഡേറ്റിന് ശേഷമുള്ള
പ്രോഫിറ്റ്സ് പ്രത്യേകം കാൽക്കുലേറ്റ് ചെയ്ത് അത് റവന്യൂ പ്രോഫിറ്റായിട്ട് കണക്കാക്കണം. ക്യാപിറ്റൽ പ്രോഫിറ്റിനെ നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ള പോലെ നെറ്റ്വർത്തിൻ്റെ കാൽക്കുലേഷനിലും ഗുഡ്വില്ലിൻ്റെ കാൽക്കുലേഷനിലും ക്യാപിറ്റൽ റിസർവിൻ്റെ കാൽക്കുലേഷനിലും ഉൾപ്പെടുത്താം. നെറ്റ്വർത്ത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതിനാണ് ക്യാപിറ്റൽ റിസർവോ ഗുഡ്വില്ലോ അസർട്ടൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നെറ്റ്വർത്ത് ഇതുവരെ കാൽക്കുലേറ്റ് ചെയ്തിരുന്നത്. അങ്ങനെ തന്നെ വേണമെന്നില്ല, നമുക്ക് ഈ പ്രോബ്ലത്തിൽ കാണാം. ഇനി റവന്യൂ പ്രോഫിറ്റ്സ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് അത് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യണം. ഹോൾഡിംഗ് കമ്പനിയുടെ ഷെയർ ആയിട്ട് ഡിവൈഡ് ചെയ്യണം, മൈനോറിറ്റിയുടെ ഷെയർ ആയിട്ടും ഡിവൈഡ് ചെയ്യണം. ഹോൾഡിംഗ് കമ്പനിയുടെ ഷെയർ ഹോൾഡിംഗ് കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് തന്നിട്ടുള്ള റവന്യൂ പ്രോഫിറ്റ്സിലേക്ക് ഉൾപ്പെടുത്തണം. മൈനോറിറ്റിയുടെ ഷെയർ അവരുടെ മൈനോറിറ്റി ഇൻട്രസ്റ്റിലേക്ക് ഉൾപ്പെടുത്തണം. ഓക്കെ, നമുക്ക് ഒരു എക്സാമ്പിൾ ചെയ്യുമ്പോൾ അത് ക്ലിയർ ആയിക്കോളും. സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. When consolidation of balance sheet is done as on a date after the date of acquisition, the student should divide the profits in the balance sheet of subsidiary into capital profits and revenue profits. Profits before the date of acquisition are capital profits. They are included in calculation of net worth as we have seen so far. Revenue profits are profits earned after acquisition. It is separately calculated and divided between holding company and minority shareholders in proportion of their shareholdings. Holding company's share of revenue profit is added to its revenue profits and shown under the head reserves and surplus in the consolidated balance sheet. Minority share is added to minority interest and is shown as a liability under the head shareholders funds. H Limited acquired S Limited on 1st April 2019, on which date S had general reserves rupees 50,000 and surplus account balance rupees 70,000. അപ്പോൾ അക്വിസിഷൻ നടക്കുന്നത് 1st April 2019 ആണ്. അന്നത്തെ ദിവസം എസിൻ്റെ ബാലൻസ് ഷീറ്റിൽ 50,000 രൂപ ജനറൽ റിസർവും സർപ്ലസ് അക്കൗണ്ടായിട്ട് ഒരു 70,000 രൂപയുണ്ട്. 1,20,000 മൊത്തത്തിൽ അന്നത്തെ അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്സ് ആയിട്ടുണ്ട് അക്വിസിഷൻ ഡേറ്റിൽ. ഫ്രം ദി ഫോളോയിങ് പ്രിപ്പയർ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് ആസ് ഓൺ 31st March 2020. അപ്പോൾ കൺസോളിഡേഷൻ നടക്കുന്നത് എപ്പോഴാണ്? 31st March 2020 അതായത് അക്വിസിഷൻ നടന്നത് വർഷത്തിൻ്റെ തുടക്കത്തിലാണെങ്കിൽ കൺസോളിഡേഷൻ നടക്കുന്നത് പിന്നീടുള്ള ബാലൻസ് ഷീറ്റിൻ്റെ ഡേറ്റിലാണ്. അതായത് ഒരു വർഷം കഴിഞ്ഞ് 31/3/2020 മാർച്ച് 31 ഈ 2020 നോക്കാം. ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസ്, ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്സ്, ഷെയർ ക്യാപിറ്റൽ എച്ച് ലിമിറ്റഡ് 10 lakh, എസ് ലിമിറ്റഡ് 4 lakh. Reserves and surplus 3 lakh, 2 lakh. Current liabilities, trade payables 1 lakh, then 50,000. Total 14 lakh, 6 lakh 50,000. Assets, non-current assets, fixed assets 8 lakh, 5 lakh 20,000. Non-current investments rupees 4 lakh 20,000. Current assets 1 lakh 80,000, 1 lakh 30,000. Total assets 14 lakh and 6 lakh 50,000. Notes are given. Share capital, equity shares of rupees 10 fully paid, 10 lakh, 4 lakh. So total share capital of S is 4 lakh in rupees 10 fully paid shares. Then reserves and surplus are given. General reserves are there, 2 lakh in the books of H and 50,000 in the books of S. General profit and loss account balance is there, 1 lakh in the books of H and 1,50,000 in the books of S. Non-current investments 30,000 equity shares of rupees 10 each at cost, 4,20,000 in the books of H. അപ്പോൾ എസിൻ്റെ 30,000 ഷെയർസ് എച്ച് വാങ്ങിയിട്ടുള്ളത് 4,20,000 രൂപ കൊടുത്തിട്ടാണ്. ഓക്കെ, അപ്പോൾ അക്വിസിഷൻ നടന്നിട്ടുള്ളത് 1st April 2019 ഓക്കെ, അന്നത്തെ ദിവസം ഉണ്ടായിരുന്ന പ്രോഫിറ്റ്സ് എത്രയാണെന്ന് നമുക്ക് സെപ്പറേറ്റ് തന്നിട്ടുണ്ട്. അതേസമയത്ത് തന്നെ
ഇപ്പോൾ ജനറൽ റിസർവ്സ് 50,000 ഉണ്ട് എസിൻ്റെ ബുക്കിൽ. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ് 1,50,000 ഉണ്ട്. അപ്പോൾ അക്വിസിഷൻ ഡേറ്റിന് ശേഷം ഉണ്ടായിട്ടുള്ള വർധനവ് എന്ന് പറയുന്നത് റവന്യൂ പ്രോഫിറ്റാണ്. അക്വിസിഷൻ ഡേറ്റ് വരെ ഉണ്ടായിരുന്നത് ക്യാപിറ്റൽ പ്രോഫിറ്റാണ്. അക്വിസിഷൻ ഡേറ്റിന് ശേഷം ഉണ്ടായിട്ടുള്ള വർധനവ് എന്ന് പറയുന്നത് റവന്യൂ പ്രോഫിറ്റാണ്. നമുക്കത് സെപ്പറേറ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യണം. എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ വർക്കിംഗ് നോട്ട്സ് ഒക്കെ ഒന്ന് നോക്കാം. ആദ്യം കുറേ കാൽക്കുലേഷൻസ് നടത്താനുണ്ട്, അതിനുശേഷമേ നമുക്ക് കൺസോളിഡേഷൻ ചെയ്യാൻ പറ്റൂ. ഓക്കെ, അപ്പോൾ ഇവിടെ ഷെയർ ഹോൾഡിംഗ് ആണ് നമ്മൾ ആദ്യം കാൽക്കുലേറ്റ് ചെയ്തത്. ഷെയർ ഹോൾഡിംഗ് ഓഫ് എച്ച് ഇൻ എസ്. 30,000 ഷെയർസ് ആർ ബോട്ട്. ഓക്കെ, 30,000 shares out of 40,000 shares. So 75% of shares of S is purchased by H. So holding of H in S is 75%. നമ്മൾ ആദ്യം കാൽക്കുലേറ്റ് ചെയ്തു. പിന്നെ ക്യാപിറ്റൽ പ്രോഫിറ്റ്സ് ഇൻ ദി ബുക്സ് ഓഫ് എസ് എന്ന് പറഞ്ഞാൽ റിസർവ്സ് ആൻഡ് സർപ്ലസ് ആസ് ഓൺ ദി ഡേറ്റ് ഓഫ് അക്വിസിഷൻ. ദാറ്റ് മീൻസ് ഓൺ 1st April 2019 there were general reserves rupees 50,000 and surplus account balance rupees 70,000. So rupees 1,20,000. This can be included in the calculation of goodwill or capital reserve as we have done so far. Okay, ഇതിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഷെയർ ഓഫ് എച്ച് 75%, 1,20,000 75%, 90,000 rupees. ഷെയർ ഓഫ് മൈനോറിറ്റി ഷെയർ ഹോൾഡേഴ്സ് 25% ആണ്, 30,000. അപ്പോൾ ക്യാപിറ്റൽ പ്രോഫിറ്റ് നമ്മൾ അസർട്ടൈൻ ചെയ്തു. അത് അക്വിസിഷൻ ഡേറ്റിലുണ്ടായിരുന്ന എസിൻ്റെ ബാലൻസ് ഷീറ്റിലുണ്ടായിരുന്ന അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്സ് ആണ്. ഓക്കെ, അത് 50,000 ജനറൽ റിസർവ്സും 70,000 സർപ്ലസ് അക്കൗണ്ട് ബാലൻസും ആയിരുന്നു. ആകെ 1,20,000. ഇതിനെ നമ്മൾ രണ്ടായിട്ട് എച്ചിൻ്റെ ഷെയറായിട്ടും മൈനോറിറ്റിയുടെ ഷെയറായിട്ടും ഷെയർ ഹോൾഡിംഗ് റേഷ്യോയിൽ ഡിവൈഡ് ചെയ്തു. ഇതിൽ ഓർക്കേണ്ട വേറൊരു പോയിൻ്റ് ഉണ്ട്. ചില സമയത്ത് എസിൻ്റെ ബാലൻസ് ഷീറ്റിൽ ഏതെങ്കിലും അക്യുമുലേറ്റഡ് ലോസസ് തരാം അന്നത്തെ ദിവസം. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ടോട്ടൽ എടുത്തതിന് ശേഷം ആ അക്യുമുലേറ്റഡ് ലോസസ് കുറയ്ക്കണം. ഉദാഹരണത്തിന് പ്രിലിമിനറി എക്സ്പെൻസസ് ഉണ്ട് എന്ന് പറയാം. പ്രിലിമിനറി എക്സ്പെൻസസ് നോട്ട് റിട്ടേൺ ഓഫ് എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ അത് ഈ 1,20,000 നിന്ന് അങ്ങനെ ഒരു ഐറ്റം ഉണ്ടായിരുന്നെങ്കിൽ അത് കുറച്ചിട്ട് ബാക്കിയുള്ളതിനെ വേണം ഇങ്ങനെ ഡിവൈഡ് ചെയ്യാൻ. ഓക്കെ, അത് ഓർക്കുക. ഇനി നമുക്ക് റവന്യൂ പ്രോഫിറ്റ്സ്, എസിൻ്റെ റവന്യൂ പ്രോഫിറ്റ്സ് കാൽക്കുലേറ്റ് ചെയ്യണം. സോ റവന്യൂ പ്രോഫിറ്റ്സ് ഓഫ് എസ്, പ്രോഫിറ്റ്സ് ഏൺഡ് ബൈ എസ് ആഫ്റ്റർ അക്വിസിഷൻ ഡേറ്റ്. അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ക്ലോസിംഗ് ബാലൻസ് ഇൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമുക്ക് തന്നിട്ടുണ്ട്, നമ്മുടെ ആ നോട്ട്സിൽ തന്നിട്ടുണ്ട് 1,50,000. അതിനകത്തുനിന്ന് ഓപ്പണിംഗ് ബാലൻസ് കുറയ്ക്കാം. അപ്പോൾ ക്ലോസിംഗ് ബാലൻസിൽ നിന്ന് ഓപ്പണിംഗ് ബാലൻസ് കുറയ്ക്കാം. 70,000 രൂപ 1,80,000 കുറച്ചു. So profit earned after acquisition, that is revenue profit, is rupees 80,000. ഓക്കെ, അതിനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു. ഷെയർ ഓഫ് എച്ച് 75%, 80,000-ൻ്റെ 75%, 60,000 രൂപ. ഇതെന്താ ചെയ്യുന്നത്? അത് നമ്മൾ എച്ചിൻ്റെ റവന്യൂ റിസർവ്സിനോട് ആഡ് ചെയ്തിട്ട് കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റിൽ കാണിക്കും. ഓക്കെ, പിന്നെ 25% ഷെയർ ഓഫ് മൈനോറിറ്റിയാണ് 20,000, അത് അവരുടെ മൈനോറിറ്റി ഇൻട്രസ്റ്റിനോട് ആഡ് ചെയ്യും. അതാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്. ഓക്കെ, ചില സമയത്ത് ഈ റവന്യൂ പ്രോഫിറ്റ് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. ചിലപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ നിന്ന് വേറെ എന്തെങ്കിലുമൊക്കെ ട്രാൻസ്ഫറൊക്കെ നടന്നിട്ടുണ്ടാവും. അത് നമ്മൾ അക്കൗണ്ട് ബാലൻസ് നോക്കി മനസ്സിലാക്കണം. എന്നിട്ട് അത് കണ്ടുപിടിച്ച് അതും കൂടെ ആഡ് ചെയ്യുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യേണ്ടി വരും. ഓക്കെ, നമുക്ക് മോർ എക്സാമ്പിൾസ് ചെയ്യുന്ന സമയത്ത് കാണാം. ഓക്കെ, ഇത്ര സിമ്പിൾ ആയിരിക്കണം എന്നില്ല. സോ വർക്കിംഗ് നോട്ട് ഫോർ കാൽക്കുലേഷൻ ഓഫ് ഗുഡ് വിൽ. അപ്പോൾ നമ്മൾ ഇനി ഗുഡ് വിൽ അല്ലെങ്കിൽ ക്യാപിറ്റൽ റിസർവ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുകയാണ്. അപ്പോൾ അതിൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് എമൗണ്ട് പെയ്ഡ് ഫോർ 75% ഷെയർസ് ഓഫ് എസ് നമുക്ക് തന്നിട്ടുണ്ട്. സോ കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് 4,20,000. അതിനകത്തുനിന്ന് ഷെയർ ഓഫ് നെറ്റ് വർത്ത് ഓഫ് എച്ച് ഓൺ അക്വിസിഷൻ അത് നമ്മൾ കുറയ്ക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നെറ്റ് വർത്ത് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുകയാണ്. എച്ചിൻ്റെ നെറ്റ് വർത്ത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണ്. 75% ഓഫ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ഓഫ് എസ് 3 lakh പ്ലസ് 75% ഓഫ് ക്യാപിറ്റൽ പ്രോഫിറ്റ്സ് നമ്മൾ കണ്ടതാണത് 90,000. സോ നെറ്റ് വർത്ത് അക്വയർഡ് ബൈ എച്ച് ആസ് ഓൺ ദ ഡേറ്റ് ഓഫ് അക്വിസിഷൻ ഈസ് 3 lakh പ്ലസ് 90,000, 3,90,000. നമ്മളതിനു വേണ്ടി കൊടുത്ത കാശ് എന്ന് പറയുന്നത് 4,20,000.
അപ്പോൾ നമുക്ക് അവിടെ ഒരു ക്യാപിറ്റൽ ലോസ് ഉണ്ടായിട്ടുണ്ട് 30,000. അതാണ് ഇവിടെയുള്ള ഗുഡ് വിൽ. സോ ഗുഡ് വിൽ അക്വയേർഡ് ഈസ് ₹30,000. ഓക്കെ, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇനി നമ്മൾ മൈനോറിറ്റി ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുകയാണ്. കാൽക്കുലേഷൻ ഓഫ് മൈനോറിറ്റി ഇൻട്രസ്റ്റ്. അപ്പോൾ അവിടെ നമ്മൾ അവരുടെ നെറ്റ്വർത്തും റവന്യൂ പ്രോഫിറ്റ്സും കൂടെ എടുക്കും. ഓക്കെ, അതെങ്ങനെയാണ്? 25% ഓഫ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എടുത്തു. അവരുടെ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ സെപ്പറേറ്റ് എടുത്തു 25%. സോ 1 lakh. 25% ഓഫ് ക്യാപിറ്റൽ പ്രോഫിറ്റ്സ് ആസ് ഓൺ ദ ഡേറ്റ് ഓഫ് അക്വിസിഷൻ. 25% ഓഫ് 1,20,000 30,000 എടുത്തു. അതോട് അവരുടെ റവന്യൂ പ്രോഫിറ്റും കൂടെ എടുത്തു. ഓക്കെ, so 25% of revenue profits 20,000. So total minority interest comes to 1,50,000. ഓക്കെ, അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ക്യാപിറ്റൽ പ്രോഫിറ്റ് എച്ചിൻ്റെ കേസിൽ അത് കാൽക്കുലേഷൻ ഓഫ് ഗുഡ് വില്ലിലേക്ക് എടുക്കും. അവിടെയുള്ള എച്ചിൻ്റെ റവന്യൂ പ്രോഫിറ്റ് അവരുടെ റിസർവ്സ് ആൻഡ് സർപ്ലസിലേക്ക് എടുക്കും. അത് അവരുടെ റവന്യൂ റിസർവ്സിലേക്ക് എടുക്കും. അപ്പോൾ അത് സെപ്പറേറ്റ് ആയിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എച്ചിൻ്റെ കേസിൽ അവരുടെ ക്യാപിറ്റൽ പ്രോഫിറ്റ് ക്യാപിറ്റൽ റിസർവോ ഗുഡ് വില്ലോ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കും. റവന്യൂ പ്രോഫിറ്റ് സെപ്പറേറ്റ് ആയിട്ട് അവരുടെ റവന്യൂ റിസർവ്സിലേക്ക് ആഡ് ചെയ്യും. എന്നാൽ മൈനോറിറ്റി ഇൻട്രസ്റ്റിൻ്റെ കേസിൽ അങ്ങനെ ഒരു പ്രശ്നമില്ല. അവരുടെ പീഡപ്പ് ക്യാപിറ്റലിനോടുകൂടി ക്യാപിറ്റൽ പ്രോഫിറ്റും ആഡ് ചെയ്യും, റവന്യൂ പ്രോഫിറ്റും ആഡ് ചെയ്യും. ഓക്കെ, എന്നിട്ട് മൈനോറിറ്റി ഇൻട്രസ്റ്റ് കാണും. ഈ കാര്യമാണ് പ്രത്യേകിച്ച് ഓർമ്മിക്കേണ്ടത്. ഓക്കെ, now let us prepare the consolidated balance sheet as on 31st March 2020. So equity and liabilities, shareholders funds, share capital of H only is taken 10 lakh. Now reserves and surplus നമ്മൾ എന്താ ചെയ്തത്? ഓപ്പണിംഗ് ബാലൻസ് ഉണ്ട് അവിടെ, അതിനോട് റവന്യൂ പ്രോഫിറ്റ് ഓഫ് എച്ച് ആഡ് ചെയ്തു. റവന്യൂ പ്രോഫിറ്റ് പോർഷൻ ഓഫ് എച്ച് ആഡ് ചെയ്തു. അങ്ങനെ 3,60,000 rupees. ഓക്കെ, മൈനോറിറ്റി ഇൻട്രസ്റ്റ് നമ്മൾ സെപ്പറേറ്റ് കാൽക്കുലേറ്റ് ചെയ്തതാണ് 1,50,000. കറണ്ട് ലിയബിലിറ്റീസ് എച്ചിൻ്റെ എസിൻ്റെയും കൂടെ ടോട്ടൽ 1,50,000. അങ്ങനെ 16,60,000 ആണ് ലിയബിലിറ്റീസിൻ്റെ ടോട്ടൽ. ദെൻ അസറ്റ് സൈഡ്, നോൺ കറണ്ട് അസറ്റ്സ്, അതിൽ ടാഞ്ചിബിൾ അസറ്റ്സ്, ഫിക്സഡ് അസറ്റ്സ് എച്ചിൻ്റെ എസിൻ്റെയും കൂടെ ടോട്ടൽ എടുത്തു 13,20,000. ഇൻടാഞ്ചിബിൾ അസറ്റ്സ് ഗുഡ് വില്ലുണ്ട്, ഓക്കെ, 30,000 കാണിക്കുന്നു. ദെൻ കറണ്ട് അസറ്റ്സ് എച്ചിൻ്റെ എസിൻ്റെയും കൂടെ ടോട്ടൽ 3,10,000, 16,60,000. സോ ബാലൻസ് ഷീറ്റ് ടാലീസ്. ഓക്കെ, അപ്പോൾ ഇത് നന്നായിട്ട് നോക്കി മനസ്സിലാക്കുക. ഓക്കെ, സംശയം എന്തെങ്കിലും തോന്നുകയാണെങ്കിൽ എന്നോട് ചോദിക്കാം. ഓക്കെ, വാട്സപ്പിൽ ചോദിക്കാം. So you should do this problem and more problems. Okay, H Limited acquired 60% shares in S Limited on 1st April 2019 for ₹3 lakh when S had general reserves ₹20,000 and surplus account balance ₹30,000. So pre-acquisition profits എന്ന് പറയുന്നത് ആകെ 50,000 രൂപയുള്ളത്. ഇത് ക്യാപിറ്റൽ പ്രോഫിറ്റ്സ് ആയിട്ട് എടുക്കണം. ഓക്കെ, വേറെ എന്തെങ്കിലും ഉണ്ടോ നമുക്ക് നോക്കാം. പ്രിപ്പയർ എ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് ഓഫ് എച്ച് as on 31st March 2020 from the following. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ പറഞ്ഞ പോലെ തന്നെ കൃത്യം ഒരു വർഷം കഴിയുമ്പോഴാണ് ഇവിടെയും കൺസോളിഡേഷൻ നടക്കുന്നത്. ഓക്കെ, now shareholders funds, share capital 10 lakh 5 lakh. അപ്പോൾ 60% ഷെയർസിന് എച്ച് കൊടുത്തിരിക്കുന്നത് എത്രയാണ്? 3 ലക്ഷം രൂപയാണ്. ഓക്കെ, ഷെയർ ക്യാപിറ്റൽ ആകെ 5 lakh ആണ്. ഇത് കൂടാതെ എസിൻ്റെ ബാലൻസ് ഷീറ്റിൽ റിസർവ്സ് ആൻഡ് സർപ്ലസ് ഉണ്ട്, അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. Now current liabilities, trade payables 1,50,000. The total 13,06,50,000. Non-current assets, fixed assets 8 lakh, 5 lakh. Non-current investments 3 lakh rupees in the books of H. Okay. Current assets 2 lakh, 1,50,000. Total 13,06,50,000. Notes are given. Equity shares of ₹10 fully paid. Okay. Reserves and surplus, general reserves 75,000, 40,000, surplus 1,25,000, 60,000. അപ്പോൾ സർപ്ലസ് അക്കൗണ്ടിൽ വർധന വന്നിട്ടുണ്ട്, ജനറൽ റിസർവ്സിലും വർധന വന്നിട്ടുണ്ട്. എസിൻ്റെ സർപ്ലസ് അക്കൗണ്ടിലും ജനറൽ റിസർവിലും വർധന വന്നിട്ടുണ്ട്. അപ്പോൾ അത് എത്രയാണെന്ന് കണക്കാക്കണം. അത് അനുസരിച്ച് നമ്മൾ റവന്യൂ പ്രോഫിറ്റ്സ് കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ,
Then investments are given 3 lakh. അപ്പോൾ ഇവിടെ നിങ്ങൾ പ്രോഫിറ്റ്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഒരല്പം ശ്രദ്ധിക്കണം. കാരണം നമുക്കറിയാം നമ്മുടെ ജനറൽ റിസർവിൻ്റെ ബാലൻസ് കഴിഞ്ഞ ബാലൻസ് ഷീറ്റ് ഡേറ്റിൽ, അതായത് 1/4/19 അക്വിസിഷൻ ഡേറ്റിൽ 20,000 രൂപയായിരുന്നു. ഇപ്പോൾ അത് 40,000 ആയിട്ട് കൂടിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ നിന്ന് നമ്മൾ 20,000 രൂപ ജനറൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് ഈ വർഷം. ഓക്കെ. അതുകൂടാതെ സർപ്ലസ് അക്കൗണ്ട് ബാലൻസ് 30,000 ആയിരുന്നത് ഇപ്പോൾ 60,000 ആയിട്ട് കൂടിയിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ നമ്മൾ ഈ വർഷം ഏൺ ചെയ്ത പ്രോഫിറ്റ് കാണുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ആദ്യം ക്ലോസിംഗ് ബാലൻസ് ഓഫ് സർപ്ലസ് അക്കൗണ്ട് എടുക്കുക 60,000, അതിൽ നിന്ന് ഓപ്പണിംഗ് ബാലൻസ് കുറയ്ക്കുക 30,000. അപ്പോൾ പ്രോഫിറ്റ് ഏൺഡ് എന്ന് പറയുന്നത് 30,000 എന്നുള്ളൊരു ഫിഗർ നമുക്ക് ബാലൻസ് ആയിട്ട് കിട്ടും. ഓക്കെ. അതിനോട് നമ്മൾ ഈ വർഷം ജനറൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ള എമൗണ്ട് ആഡ് ചെയ്യുക. അതായത് ജനറൽ റിസർവിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് 20,000 ആയിരുന്നു, ഇപ്പോൾ അത് 40,000 ആണ്. അപ്പോൾ വർധനവ് എന്ന് പറയുന്നത് ഈ വർഷം ട്രാൻസ്ഫർ ചെയ്താണ് 20,000. ഈ 20,000 നമ്മൾ ആ പ്രോഫിറ്റ് സർപ്ലസ് അക്കൗണ്ടിനോട് ആഡ് ചെയ്യുക. അപ്പോൾ 60,000 മൈനസ് 30,000, സോ ബാലൻസ് 30,000 പ്ലസ് 20,000 ട്രാൻസ്ഫർ ടു ജനറൽ റിസർവ്. ഇതാണ് ഈ വർഷം ഏൺ ചെയ്തിരിക്കുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത്, അതായത് റവന്യൂ പ്രോഫിറ്റ്. ഇതിനെ നമുക്ക് എച്ചിൻ്റെ ഷെയറും എസിൻ്റെ ഷെയറുമായിട്ട് ഡിവൈഡ് ചെയ്യണം. എച്ചിൻ്റെ ഷെയർ എന്ന് പറയുമ്പോൾ 60%, എസിൻ്റെ ഷെയർ എന്ന് പറയുമ്പോൾ ബാക്കിയുള്ള 40%. ക്യാപിറ്റൽ പ്രോഫിറ്റോ, ക്യാപിറ്റൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് അതായത് 1/4/19 ഉണ്ടായിരുന്ന ബാലൻസ് എന്ന് പറയുന്ന ജനറൽ റിസർവിൽ 20,000, നമ്മുടെ സർപ്ലസ് അക്കൗണ്ടിൽ 30,000. അപ്പോൾ 50,000 ആണ് ഇവിടെ ക്യാപിറ്റൽ പ്രോഫിറ്റ് ആയിട്ടുണ്ടാവുക. ഇതും നിങ്ങൾ എച്ചിൻ്റെയും എസിൻ്റെയും ഷെയർ ആയിട്ട് ഡിവൈഡ് ചെയ്യണം. 60%, 40% ആയിട്ട് ഡിവൈഡ് ചെയ്യണം. എന്നിട്ടത് കാൽക്കുലേഷൻ ഓഫ് ഗുഡ് വിൽ ഓർ ക്യാപിറ്റൽ റിസർവിൽ ഉൾപ്പെടുത്തണം. ഓക്കെ. അപ്പോൾ സിമ്പിളാണ്. ഇവിടെ അക്യുമുലേറ്റഡ് ലോസസ് ഒന്നും തന്നെ ഇല്ല. ഓക്കെ. അങ്ങനെയുള്ള പ്രോബ്ലംസ് ഉണ്ടാവും. കൂടുതൽ പ്രോബ്ലംസ് നിങ്ങൾ ചെയ്ത് നോക്കാം. ഓക്കെ. സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം.